ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് നാട്ടിലത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. ചെട്ടികുളങ്ങര കുംഭഭരണി ആയതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഭരണിയുടെ അന്ന് എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അതുകൂടാതെ തന്നെ അച്ഛനും അമ്മയും ഒരു മാസത്തോളമായി സൗദിക്ക് പോയിട്ട് ചേട്ടൻ്റെയും ചേച്ചിയുടെ അടുത്തോട്ട്. അപ്പം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അവരിവിടെ ഇല്ല. അപ്പോൾ ഒരു മാസത്തോളം വീട് അടഞ്ഞു കിടക്കുമായിരുന്നു കേട്ടോ. നമ്മൾ വന്ന് ഫുള്ള് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു ആദ്യത്തെ ഒരു ദിവസം. അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ ബാക്കി ജോലികളൊക്കെ തുടങ്ങിയത് കേട്ടോ. അച്ഛനും അമ്മയും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ നല്ല പോലെ അറിയാനുണ്ടായിരുന്നു. വീടൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഭരണിയുടെ അന്നാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ വന്നേ അന്നാണെങ്കിൽ ഫുള്ള് കരിയിലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് രാവിലെ തന്നെ ഞാനൊന്ന് തൂത്തുവാരിയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. നമ്മളൊക്കെ 1-2 ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ പിന്നെ ഒരു മാസമൊക്കെ മാറി നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഓരോന്നായിട്ടങ്ങ് വൃത്തിയാക്കി ജോലി തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് വെളുപ്പിനെയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വന്നത് വെളുപ്പിനായിരുന്നു. പിന്നെ ഉറങ്ങാനൊന്നും പോയില്ല. ആദ്യം തന്നെ ക്ലീനിങ് ഒക്കെ തുടങ്ങി. കാരണം ഒരു ദിവസം വേണം നമ്മൾ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം ഭരണിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി അപ്പോൾ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇത് ഭരണിയുടെ ദിവസമാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ക്ലീനിങ് ആയിരുന്നു അന്നത്തെ ദിവസം. അന്ന് ഫുള്ള് ക്ലീനിങ് ആയിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഭരണിയായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഇവിടുത്തെ അച്ഛനും അമ്മയും ഇല്ലാതെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ രാവിലെ എണീറ്റ് ചായയൊക്കെ വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനും അച്ഛനും കൂടെ കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് നടന്നു പോകാവുന്ന ദൂരത്തിലാണ് പ്രശാന്തിയുടെ ദീപചേച്ചിയുടെ അച്ഛൻ കട തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ അടുത്തോട്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോകാട്ടോ. അപ്പം ഈ ഒരു സമയത്ത് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും എന്തെങ്കിലും അത്യാവശ്യ സാധനം മേടിക്കണമെങ്കിൽ അച്ഛൻ ഓടിപ്പോയി മേടിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കട. ഈ ഒരു കട നമ്മുടെ വീടിന് തൊട്ടടുത്താണ്. നമ്മൾ നടന്നു വരുന്ന വഴിക്കാണ്. കണ്ടില്ലേ പാടമൊക്കെ ഞാൻ കാണിച്ചത്. നടന്നു വരുന്ന വഴിക്കാണ്. ഇതപ്പം അച്ഛൻ്റെ അടുത്തുനിന്ന് സാധനമൊക്കെ മേടിച്ച് തിരിച്ചു വന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ദീപചേച്ചിയും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് നല്ല ചായ ടേസ്റ്റ് ചെയ്ത് നോക്കാനും പറഞ്ഞ് കൊടുത്തു കേട്ടോ. അപ്പം മധുരം ഇടാതെയാണ് അമ്മ ചായ തന്നത്. ഞാൻ പറഞ്ഞായിരുന്നു മധുരം ഇടാതെ തന്നാൽ മതിയെന്ന്. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യേ ഇതാണോ എനിക്ക് തന്നതെന്ന് ചോദിച്ചാൽ അത് അതേപടി തിരിച്ച് വെച്ച് കേട്ടോ. അപ്പം അച്ഛനാണെങ്കിലും ഷുഗറുണ്ട്. അപ്പോൾ അച്ഛനും എനിക്കും മധുരം ഇടാതെ മതി എന്ന് പറഞ്ഞു. ഡയറ്റ് ആയിരുന്നെങ്കിലും ഇപ്പം നാട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറ്റൊന്നും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു റുട്ടീനോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ പിന്നെ എന്തായാലും ഡയറ്റ് നടക്കത്തില്ല. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഡയറ്റൊന്ന് മാറ്റി വെച്ചു. ഇനി തിരിച്ച് ബാംഗ്ലൂരിൽ ചെന്നിട്ട് ഡയറ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പതുക്കെ ഇതാ അരി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചു. അച്ഛൻ അടുപ്പൊക്കെ കത്തിച്ച് വെള്ളം കൊണ്ടുവന്ന് വെച്ച് തന്നു കേട്ടോ. അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ. അപ്പം അവിടെ കിടന്ന് അരി വെന്തോളും. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് കൂട്ടമൊന്നും ഉണ്ടാക്കുന്നില്ല. എന്നാലും ഭരണിയായിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ സ്പെഷ്യൽ കൊഞ്ചുമാങ്ങ ഉണ്ടാക്കണം. പിന്നെ പരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എത്രയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും കുറച്ചധികം കറികളായി വരും. അപ്പോൾ ഇതാ ഞാൻ അരി ഇങ്ങനെ അളന്നെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുപ്പത്ത് കൊണ്ടുവന്ന് അരി ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പം അരി അവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നോക്കിയാൽ മതി വേവ്. അപ്പോൾ അതുകൊണ്ട് അതവിടെ കിടന്നങ്ങ് റെഡിയായി ചോറൊക്കെ റെഡിയായി വന്നോളും കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ദീപചേച്ചിയുടെ വീട്ടിൽ നിന്ന് അച്ഛൻ തന്നതായിരുന്നു ചക്ക. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പറഞ്ഞിരുന്ന ചക്ക അവിയലാക്കാമെന്ന് പറഞ്ഞു അമ്മയോട്. കാരണം വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനേ മാത്രമല്ല ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് അവിയൽ പോലെ വെക്കാമെന്ന് പറഞ്ഞ് അമ്മ അത് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്തു ഇതാ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പല്ല് തേക്ക് പോയി ഫുഡ് കഴിക്കാൻ റെഡിയായിട്ട് വാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ദിനവും പാത്തും എഴുന്നേറ്റിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്കും കൂടെ വേണ്ടിയിട്ട് ചായ ഇടുകയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ അച്ഛൻ സ്ഥിരമായിട്ട് നിർത്തുന്ന ഒരു അപ്പൂപ്പനുണ്ടല്ലോ. ആ അപ്പൂപ്പനും നമ്മൾ നാട്ടിലേക്ക് വന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനൊക്കെ സൗദിക്ക് പോകാൻ നേരം പുള്ളിയുടെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോയത്. അപ്പം നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചു. അപ്പം
പുള്ളി നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ തന്നെയുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചു പോകുന്നിടം വരെ ഇവിടെ നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരനുള്ള കാപ്പി കൊടുത്തു. അതുപോലെ തന്നെ ചായ ആണെങ്കിലും രാവിലെ തന്നെ കൊടുത്തു. അതിനിടയ്ക്ക് തന്നെ കറികളൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് കറിയൊക്കെ വെച്ചു. പിന്നെ ഇന്ന് കൊഞ്ച് മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊഞ്ച് ഞാൻ തലേന്ന് തന്നെ അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അത് എന്നിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് വെക്കണം. അങ്ങനെ വറുത്തെടുത്ത കൊഞ്ച് നമ്മൾ ക്ലീൻ ചെയ്ത് ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കൊഞ്ച് മാങ്ങ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ കറി ഇങ്ങനെ ഓരോന്നൊക്കെ വെക്കുന്നതിനിടയ്ക്ക് തന്നെ അച്ഛനും അമ്മയും പാത്തും കൂടെ കഴിക്കാനായിട്ടിരുന്നു. അപ്പം ഇന്ന് ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ദിനു ആണെങ്കിൽ കുളിക്കാനായിട്ട് പോയേക്കുവാണ്. അപ്പോൾ ദിനു കുളിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചോളാനും പറഞ്ഞ് എല്ലാവരെയും കൂടി ഇരുത്തിയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവൾ എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്തുവിനെ കൊണ്ടുപോയി ഞാൻ കുളിപ്പിച്ച് അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി അവളെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്നിച്ച് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് പാത്തു വന്ന് ഞങ്ങൾക്ക് ഉമ്മയൊക്കെ തരുവാണ്. അത് വേറൊന്നിനുമല്ല, അവൾക്കിപ്പോൾ ദീപാചിച്ചിയുടെ അടുത്ത് അങ്ങോട്ടേക്ക് പോകണം. അതിന് വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൾ ഞങ്ങളെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോപ്പിട്ട് നിർത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പം കാപ്പിക്കുടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്ന് വെളിയിലേക്ക് പോകാനായിട്ടുണ്ട്. അപ്പം വെളിയിലൊന്ന് പോയിട്ട് വരണം. അപ്പോൾ പാത്തുവിനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ തന്നെയായിരുന്നു. അമ്മ ഇതാ ചക്ക അവിയൽ വെച്ചുകൊണ്ടിരിക്കുന്നു. പരിപ്പ് കറി ആയിട്ടുണ്ട്. കൊഞ്ചുമാങ്ങ വെക്കാൻ തുടങ്ങുന്നു. അച്ഛൻ നാരങ്ങ വെള്ളം എടുക്കണം കേട്ടോ. നാട്ടിലെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകണം എന്നൊരു തോന്നില്ല. അതെന്തുകൊണ്ടാണ് ഈ ഒരു ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഇതാ നാരങ്ങ വെള്ളം, ഈ ചൂടിൽ നിന്നൊരു രക്ഷ എന്നുള്ള രീതിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാരങ്ങ വെള്ളം ഇട്ട് കുടിക്കും. അപ്പോൾ നാരങ്ങ വെള്ളം എല്ലാവർക്കും ഇട്ട് തന്ന് ഞാനും കുടിച്ചു, ദിനു കുടിച്ചു, പിന്നെ പാത്തും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയും അച്ഛനും ഒക്കെ ഇടയ്ക്കൂടെ കുടിച്ചു. അപ്പോൾ ഇതാ നമ്മളിനിയിപ്പോൾ കൊഞ്ചുമാങ്ങ വെക്കാനായിട്ട് കൊഞ്ച് നന്നായിട്ട് ഞാൻ വറുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ആ കൂട്ടത്തിൽ തന്നെ. പിന്നെ തേങ്ങയും കൊച്ചുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ ഇത്. ഒരു അരമുറി തേങ്ങയും ഒരു 8-10 കൊച്ചുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. പിന്നെ മാങ്ങ, ഒരുപാട് പുളിയില്ലാത്തൊരു മാങ്ങയാണ്, അതുകൊണ്ട് ഒരു 3/4 ഭാഗത്തോളം ഞാൻ മാങ്ങയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങ അരിഞ്ഞത്. പിന്നെ ഇതാ പിള്ളേപ്പൂപ്പനാണെങ്കിലും നാരങ്ങ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുടിക്കാൻ വരാൻ പറഞ്ഞപ്പം നമ്മളെല്ലാവരും കുടിച്ചു കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അച്ഛൻ വീണ്ടും വീണ്ടും നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഈ ഒരു ചൂടിന് നമുക്ക് ഏറ്റവും ആശ്വാസം എന്ന് പറയുന്ന ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത് വന്ന് നോക്കി നിൽക്കുകയാണ് നാരങ്ങ വെള്ളം കുടിക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ കൊഞ്ചുമാങ്ങയ്ക്കകത്തോട്ട് മാങ്ങയുടെ കൂട്ടത്തിൽ കുറച്ച് മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലർ പടവലങ്ങ ഇടാറുണ്ട്, നമ്മൾ പടവലങ്ങ ഒന്നും ഇടുന്നില്ല. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂണും 1/2 ടീസ്പൂണിനും ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കൊഞ്ചിന് ഉപ്പുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ടിടുക കേട്ടോ. പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പം ഇത് വെന്ത് വരാൻ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് നമ്മളിത് അടച്ചു വെച്ചതിന് ശേഷമാണ് ഞാനിത് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമ്മളിതൊന്ന് തിരുമ്മി യോജിപ്പിക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചു കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഞാനിത് മൂടി വെച്ചു. അതങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളിയിൽ പോയിട്ട് വന്നതിന് ശേഷമാണിതാ കൊഞ്ചുമാങ്ങ ഞാൻ അടുപ്പത്തോട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചക്കക്കുരു കുക്കറിൽ അരിഞ്ഞിട്ടൊന്ന് ഒരു വിസിലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു, പെട്ടെന്ന് വെന്ത് വരാനായിട്ട് കേട്ടോ. അപ്പോൾ ചക്കയവേലിന് വേണ്ടിയിട്ട് റെഡിയാക്കിയ ചക്കക്കുരുവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൊഞ്ചുമാങ്ങ നമ്മൾ അടുപ്പത്ത് വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ പായസവും, അവിടെ പാലട പായസവും ഞാൻ കുക്കറിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ദീപാമ്മ വന്ന് പാത്തുവിനെയും കൊണ്ട് പോവാണ്. പാത്തുവിനെ എപ്പോൾ തൊട്ട് റെഡി ആയിരിക്കുമെന്ന് ദീപാമ്മയുടെ കൂടെ പോകാനായിട്ട്. അപ്പോൾ കുറേ സമയം ഇങ്ങനെ നോക്കിയിരുന്ന് ലാസ്റ്റ് ദീപാമ്മ വന്നപ്പോൾ അവൾ ആ കൂടെ തന്നെ പോവാണ്. ഞാൻ ഉച്ചയ്ക്ക് അവിടുന്ന് ചോറ് ഉണ്ണത്തുള്ളൂ, ഇങ്ങോട്ട് വരത്തില്ല എന്നൊക്കെ ആദ്യമേ പറഞ്ഞിട്ടാട്ടോ അവൾ പോകുന്നത്. അങ്ങനെ അവൾ പോയി. അപ്പോഴേക്കും നമ്മുടെ ഇതാ കൊഞ്ചുമാങ്ങയൊക്കെ ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ ചീര തോരൻ വെക്കാനായിട്ട് ചീര പറമ്പിൽ നിന്ന് പറിച്ചിട്ട് അതിങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ പായസവും റെഡിയാവുന്നുണ്ട്, അതുപോലെ തന്നെ കൊഞ്ചുമാങ്ങ റെഡിയാവുന്നുണ്ട്.
ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ബാക്കി കറികളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറ് വിളമ്പ സമയമായപ്പോഴത്തേക്കും ഞാൻ ഇലയിലേക്ക് ചോറും കറികളും എല്ലാം വിളമ്പിയിട്ടുണ്ട് കേട്ടോ. ചോറ്, അതുപോലെ സാമ്പാറുണ്ട്, പരിപ്പ് കറിയുണ്ട്, പിന്നെ പപ്പടം, മാങ്ങ അച്ചാറ്, ഇഞ്ചിക്കറി, പാലട പായസം എല്ലാം കുറച്ച് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. പിന്നെ അതുപോലെ ചീരത്തോരൻ, പച്ചടി, പിന്നെ ഇതാ കൊഞ്ചും മാങ്ങായും, പിന്നെ അച്ചിങ്ങ പയറ് മെഴുക്കുവരട്ടി, ചക്ക അവിയൽ, അതുപോലെ രസം. ഇത്രയായിരുന്നു നമ്മുടെ കുംഭഭരണി സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വിളമ്പിയൊക്കെ വെച്ചിട്ട് എല്ലാവരെയും വിളിച്ചു കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുകയാണ്. പ്രശാന്തിയുടെ അച്ഛനാണെങ്കിൽ അവിടുന്ന് കഴിച്ചിട്ടാട്ടോ വന്നത്. അതുകൊണ്ട് ഇത്തിരി പായസം മാത്രമേ കുടിക്കുന്നുള്ളൂ നമ്മൾ കഴിക്കുന്ന കൂട്ടത്തിലിരുന്നിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഒരു ഭരണിയും കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഭരണിക്കായിട്ടുള്ളൊരു കാത്തിരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. സദസ്സിന് നേരിട്ടുള്ള വിശിഷ്ടവ്യക്തികളെ ഒരു സുദീർഘമായ സംസാരത്തിലേക്കൊന്നും നടക്കുന്നില്ല. ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് പ്രയത്നിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള എൻ്റെ കർത്തവ്യത്തിൽ കേൾക്കുകയാണ്. കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് ഈ യോഗത്തിൻ്റെ എൻ്റെ കർത്തവ്യം. ആദ്യമായി ഞാൻ ഈ യോഗത്തിൻ്റെ പ്രസംഗമായിട്ടുള്ള ശ്രീ ഹരീന്ദ്രൻ അവരുടെ ഓരോരുത്തരുടെ പേരിൽ ആദരപൂർവ്വം